മലയാളികൾക്ക് അഭിമാനത്തോടെ എവിടെയും തലയുയർത്തി നിൽക്കാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും സ്വതന്ത്രമായി ജീവിക്കാനും മിഷണറി പ്രവർത്തനങ്ങൾ, ബിസിനസ്, സ്വൈരയാത്ര എന്നിവ നടത്താനും സാധിക്കും. അത് ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന അവകാശമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ എംപിമാർ പാർലമെന്റിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിച്ചു. ജോൺ ബ്രിട്ടാസ്, KC വേണുഗോപാൽ തുടങ്ങി എല്ലാ എംപിമാരും നേതാക്കന്മാരും കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം അത് ഏതൊരു മലയാളിക്കും ആത്മവിശ്വാസവും കരുത്തും പകരുന്നതാണ്. JP നദ്ദ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ, പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ, നിർമ്മല സീതാരാമൻ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ, ജയശങ്കർ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ. ആരെ മതപരിവർത്തനം ചെയ്യാനാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ക്രിസ്ത്യാനിയായോ? ഇല്ലല്ലോ, നിങ്ങൾ ഹിന്ദുവായല്ലേ നിൽക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സേവനം ചെയ്യുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങൾ പീഡിപ്പിക്കരുത്. ഇത് രാജ്യത്തിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെയായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. ഈ പ്രസംഗം രാജ്യത്തിന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയായിരുന്നു. കൂടാതെ സീറോ മലബാർ സഭയിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഞെട്ടലും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതായിരുന്നു. എന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈ സഭയുടെ സ്ഥാപനം. ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുകയും അശരണരായ സമൂഹത്തില് പാലിയേറ്റീവ് കെയർ സേവനങ്ങളും നൽകുകയാണ് അവർ ചെയ്യുന്നത്. ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകൾക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും നേരെ ബജരംഗദൾ ആളുകൾ എത്തുകയും പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. നീതിയും ന്യായവും നടപ്പാക്കുമെന്ന് കരുതിയതാണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പ്രധാനമന്ത്രി CBCI ആസ്ഥാനം സന്ദർശിക്കുകയും രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് പറഞ്ഞത്. കേരളത്തിലാകട്ടെ BJP നേതാക്കൾ ക്രിസ്മസ് കേക്കുമായാണ് ക്രൈസ്തവരെ സന്ദർശിച്ചത്. ഇപ്പോൾ അവർ നിശബ്ദരാണ്. നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ക്രൂരതയാണത്. കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കേരളത്തിലെ സാഹചര്യം ഗുണകരമല്ല. ഇതൊരു ക്രിസ്ത്യൻ വിഷയം മാത്രമല്ല. കന്യാസ്ത്രീകളെ വിട്ടയക്കണം. വളരെ വ്യക്തവും കൃത്യവുമായ പ്രസംഗമായിരുന്നു KC വേണുഗോപാലും പാർലമെന്റിൽ നടത്തിയത്. ഇതെല്ലാം കേരളത്തിന് വളരെ അഭിമാനം തോന്നുന്ന പ്രതികരണങ്ങളായിരുന്നു. കൂടാതെ UDF MP ആയ ബെന്നി ബെഹന്നാൻ ഉൾപ്പെടുന്ന സംഘവും അതുപോലെ AA റഹീം, ജോസ് കെ മാണി ഉൾപ്പെടുന്ന സംഘവും വലിയ ഇടപെടലുകൾ നടത്തി. ഇത് സ്വാഗതാർഹമാണ്. അതിൽ തന്നെ ജോസ് കെ മാണി പത്രങ്ങളോട് നടത്തിയ പ്രതികരണം ഓരോരുത്തരുടെയും മനസ്സിൽ പതിയുന്നവയായിരുന്നു. വിശുദ്ധരായ അൽഫോൻസാമയുടെയും മദർ തെരേസയുടെയും പിന്തുടർച്ചയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരെ തുറങ്കലിൽ അടയ്ക്കുമായിരുന്നില്ലേ? കൈവിലങ്ങ് വെക്കുമായിരുന്നില്ലേ? മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്താത്തവരെ ആ കുറ്റം ചുമത്തി ജയിലിലടച്ചത് തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിൽ ഭരണകൂടം അവരോട് മാപ്പ് പറയേണ്ടതാണ്. വളരെ കൃത്യതയാർന്ന ഒരു മറുപടിയും പ്രതിഷേധവുമായിരുന്നു ജോസ് കെ മാണി നടത്തിയത്. ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും മലയാളിയുടെ ഹൃദയത്തിലാണ് പതിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രതിഷേധത്തിലാണ്. ഒറ്റപ്പെട്ട് പെട്ടുപോകുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ. ഈ ഇടപെടൽ കത്തോലിക്ക സഭ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കന്യാസ്ത്രീകളുടെ വീട്ടിലെത്തി കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. അതുപോലെ അനൂപ് ആന്റണി അന്ന് തന്നെ ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖറിനെ അമിത്ഷാ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. കൂടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും ഉണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഈ വിഷയത്തിൽ അസ്വസ്ഥനാണ്. തനിക്ക് ഹിന്ദി അറിയില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ജോർജ് കുര്യനിൽ നിന്നും ഉണ്ടായത്. അങ്ങനെ BJP നേതൃത്വം മൊത്തത്തിൽ അസ്വസ്ഥരാണ്. എന്ത് തന്നെയായാലും മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും ഈ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. നമ്മുടെ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി മലയാളികൾക്ക് ആവേശകരമാകുമായിരുന്നു. എന്നാൽ UDF, LDF എന്ന മതിൽക്കെട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമായാണ് ഇവരും മുന്നോട്ട് പോകുന്നത്. എങ്കിലും എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്നത് അഭിമാനകരമാണ്.